അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വാല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട്, അതിലെ 5ാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. അദ്ദറസുൽ ഖാമിസ്, 5ാമത്തെ പാഠം, മുഅക്കിബാത്ത്. അപ്പൊ ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത് അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളെ സംരക്ഷിക്കാൻ രാത്രിയിൽ ഒരു സംഘം മലക്കുകൾ എത്തും, പകൽ മറ്റൊരു സംഘവും എത്തും. 2 സംഘവും സുബഹ് നിസ്കാരത്തിന്റെയും അസ്ർ നിസ്കാരത്തിന്റെയും ജമാഅത്തിൽ സംബന്ധിക്കും. തുടർന്ന് രാത്രി ഉണ്ടായിരുന്ന മലക്കുകൾ വാനലോകത്തേക്ക് ഉയർന്നു പോകും. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലാഹു തആല അവരോട് ചോദിക്കും, എൻ്റെ അടിമകളുടെ സ്ഥിതി എന്താണ്? അവർ പറയും, ഞങ്ങൾ പോരുമ്പോൾ അവർ നിസ്കരിക്കുകയാണ്, ഞങ്ങൾ ചെല്ലുമ്പോഴും അവർ നിസ്കരിക്കുകയായിരുന്നു. അതുകൊണ്ട് അല്ലാഹുവേ, പ്രതിഫലം നൽകുന്ന നാളിൽ നീ അവർക്ക് പുറത്തു കൊടുക്കേണമേ. മലക്കുകളെ നമുക്ക് കാണാൻ പറ്റുമോ? ഇർഷാദ് ചോദിച്ചു. ഇല്ല, മലക്കുകൾ അദൃശ്യരാണ്. മലക്കുകളിലുള്ള വിശ്വാസം അദൃശ്യ കാര്യങ്ങളിലുള്ള വിശ്വാസങ്ങളിൽ പെട്ടതാണ്. ഇത് ഈമാൻ കാര്യങ്ങളിൽ 2ാമത്തേതാണ്. ഉസ്താദ് പറഞ്ഞു, മലക്കുകൾ അല്ലാഹു തആലയുടെ സൈന്യമാണ്. അവർ അല്ലാഹു തആലയുടെ കൽപ്പന പ്രകാരം വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. ഇനി നോക്കൂ, മലക്കുകൾ ചെയ്യുന്ന വിവിധ പ്രവർത്തനങ്ങളാണ് ഇവിടെ നോക്കുന്നത്. അർഷിനെ ചുമക്കുന്നവർ, മനുഷ്യരുടെ കർമ്മങ്ങൾ എഴുതി വെക്കുന്നവർ, ദിക്റിന്റെയും ഇൽമിന്റെയും സദസ്സുകളിൽ പങ്കെടുക്കുന്നവർ, ജുമുഅയ്ക്ക് നേരത്തെ വരുന്നവരെ രേഖപ്പെടുത്തുന്നവർ തുടങ്ങിയ പല വിഭാഗങ്ങളും അവരിലുണ്ട്. 10 മലക്കുകളുടെ പേരുകൾ നാം പഠിച്ചിട്ടുണ്ടല്ലോ. അവരുടെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് നോക്കാം. ഇവിടെ നമുക്കൊരു പദ്യം കൊടുത്തിട്ടുണ്ട്. ഈ പദ്യത്തിലെ 10 മലക്കുകളുടെ പേരും അവരുടെ പ്രവർത്തനങ്ങളും കൊടുത്തിട്ടുണ്ട്. നോക്കൂ, റബ്ബിൻ സൃഷ്ടികളാണ് മലക്കുകൾ, അവരെ പടച്ചു പ്രകാശത്താൽ നബിമാർക്കെല്ലാം വഹിയെത്തിക്കും മലക്കാണല്ലോ ജബ്രായീൽ. ഇടിയും മിന്നും കാറ്റും റിസ്ക്കും ചുമതലയുള്ളോർ മീകായിൽ, അന്ത്യദിനത്തിൽ സൂറിൽ ഊതും മലക്കാണല്ലോ ഇസ്രാഫീൽ. സമയമടുത്താൽ ജീവികൾ അവയുടെ റൂഹ് പിടിക്കും അസ്റായീൽ. ചോദ്യം ചെയ്യാനായി വരുന്നു മുൻകർ നക്കീറും ഖബറുകളിൽ. നന്മ തിന്മ കുറിക്കാനായി റക്കീബ് അതീദ് മലക്കുകളിൽ. സ്വർഗം കാക്കാൻ റിളുവാനല്ലോ നരകം കാക്കും മാലിക്കിനാൽ. നിങ്ങൾ ഈ പാട്ട് ഈണത്തിൽ പാടി പഠിക്കുക. അപ്പൊ ഞാനിവിടെ വെറുതെ ഒന്ന് വായിക്കാണ് ചെയ്തിരിക്കുന്നത്. ഇനി നോക്കൂ, ഈ പാഠത്തിന്റെ അവസാന ഭാഗത്ത് നമുക്കൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. അൽ മലായികത്തു ഇബാദുല്ലാഹിൽ മുക്റമൂൻ. അതിന്റെ അർത്ഥം, മലക്കുകൾ അല്ലാഹു തആലയുടെ ആദരണീയ അടിമകളാണ്. നിങ്ങൾ ഈ ബോക്സിൽ കൊടുക്കുന്നത് പ്രധാനമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത് പരീക്ഷയിലൊക്കെ ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് അതിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ 1ാമത്തെ പ്രവർത്തനം നോക്കൂ. നഫ്ഹമുൽ മഅന, അർത്ഥം മനസ്സിലാക്കാനുള്ളതാണ്. ഈ പാഠത്തിൽ പഠിച്ചിട്ടുള്ള വാക്കുകളുടെ അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി പഠിക്കാനുള്ളതാണ്. നോക്കൂ, റബ്ബുൻ രക്ഷിതാവ്, അദൃശ്യം കാണാത്തത്, ജബ്രായീൽ ജിബ്രീൽ അലൈഹിസലാം എന്ന മലക്ക്, പ്രവർത്തനം കർമ്മം, റൂഹുൻ ആത്മാവ്, രേഖപ്പെടുത്തി എഴുതി, റിസ്ഖുൻ ഭക്ഷണം. ഇനി നമുക്ക് 2ാമത്തെ പ്രവർത്തനം നോക്കാം. തദ്രീബാത്തിലെ 2ാമത്തെ പ്രവർത്തനം നംലഉൽ ജദ്വൽ, പട്ടിക നിറയ്ക്കാനുള്ളതാണ്. 10 മലക്കുകളുടെ പേരും അവരുടെ പ്രവർത്തനങ്ങളും താഴെ പട്ടികയിൽ എഴുതുക. ഇവിടെ നോക്കൂ, അൽ മലായിക്ക, അവിടെ നമ്മൾ ഓരോ മലക്കുകളുടെ പേര് നമ്മൾ 1 മുതൽ 10 വരെ എഴുതണം. അൽ വലായിഫ്, അവിടെ നമ്മൾ മലക്കുകളുടെ ജോലി എഴുതണം. നോക്കൂ, 1 ജിബ്രീൽ അലൈഹിസലാം, അവരുടെ ജോലി നബിമാർക്കെല്ലാം വഹി എത്തിക്കുക. 2 മീകായിൽ അലൈഹിസലാം, അവരുടെ ജോലി ഇടി, മിന്നൽ, കാറ്റ്, ഭക്ഷണം എന്നീ ചുമതലകൾ വഹിക്കുക. 3 ഇസ്രാഫീൽ അലൈഹിസലാം, അവരുടെ ജോലി അന്ത്യദിനത്തിൽ സൂറിൽ ഊതുക. 4 അസ്റായീൽ അലൈഹിസലാം, അവരുടെ ജോലി സമയമെടുത്താൽ ജീവികളുടെ റൂഹ് പിടിക്കുക. 5 മുൻകർ അലൈഹിസലാം, അവരുടെ ജോലി ഖബറുകളിൽ ചോദ്യം ചെയ്യുക. 6 നക്കീർ അലൈഹിസലാം, അവരുടെ ജോലി ഖബറുകളിൽ ചോദ്യം ചെയ്യുക. 7 റക്കീബ് അലൈഹിസലാം, അവരുടെ ജോലി മനുഷ്യരുടെ നന്മ രേഖപ്പെടുത്തുക. 8 അതീദ് അലൈഹിസലാം, അവരുടെ ജോലി
മനുഷ്യരുടെ തിന്മ രേഖപ്പെടുത്തുക. 9 റിളുവാൻ അലൈഹിസലാം, അവരുടെ ജോലി സ്വർഗം കാക്കുക. 10 മാലിക് അലൈഹിസലാം, നരകം കാക്കുക. നിങ്ങൾ അതുപോലെ അവിടെ ആ ബോക്സിന്റെ ഉള്ളിൽ അതെല്ലാം എഴുതുക. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. ഇനി നോക്കൂ, തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം നുബയ്യൻ, വ്യക്തമാക്കാനുള്ളതാണ്. മലക്കുകൾ അല്ലാഹു തആലയുടെ സൈന്യമാണ്. അവർ അല്ലാഹു തആലയുടെ കൽപ്പന പ്രകാരം വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. മലക്കുകൾ ചെയ്യുന്ന 5 പ്രവൃത്തികൾ എഴുതുക. നമുക്കത് താഴെ എഴുതാം. നോക്കൂ, ആ താഴെ കൊടുത്തിട്ടുള്ള ബോക്സിലാണ് നമ്മൾ എഴുതേണ്ടത്. ഓരോ ബോക്സിൽ ഓരോ പ്രവൃത്തികൾ വീതം 5 ബോക്സ് കൊടുത്തിട്ടുണ്ട്. നോക്കൂ, 1 അർശിനെ ചുമക്കുന്നു. 2 മനുഷ്യരുടെ കർമ്മങ്ങൾ എഴുതി വെക്കുന്നു. 3 ദിക്റിന്റെയും ഇൽമിന്റെയും സദസ്സുകളിൽ പങ്കെടുക്കുന്നു. 4 ജുമുഅയ്ക്ക് നേരത്തെ വരുന്നവരെ രേഖപ്പെടുത്തുന്നു. 5 മനുഷ്യരെ ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കുന്നു. ഇനി നോക്കൂ, തദ്രീബാത്തിലെ നാലാമത്തെ പ്രവർത്തനം നുബയ്യിനു സിയാഖ്, സന്ദർഭം വ്യക്തമാക്കാനുള്ളതാണ്. നോക്കൂ, ഞങ്ങൾ പോരുമ്പോൾ അവർ നിസ്കരിക്കുകയാണ്, ഞങ്ങൾ ചെല്ലുമ്പോഴും അവർ നിസ്കരിക്കുകയാണ്. ഇത് ആര് ആരോട് എപ്പോൾ പറഞ്ഞു? ആ സന്ദർഭമാണ് എഴുതേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളെ സംരക്ഷിക്കാൻ രാത്രിയിൽ ഒരു സംഘം മലക്കുകൾ എത്തും, പകൽ മറ്റൊരു സംഘവും എത്തും. 2 സംഘവും സുബഹ് നിസ്കാരത്തിന്റെയും അസ്ർ നിസ്കാരത്തിന്റെയും ജമാഅത്തിൽ സംബന്ധിക്കും. തുടർന്ന് രാത്രി ഉണ്ടായിരുന്ന മലക്കുകൾ വാനലോകത്തേക്ക് ഉയർന്നു പോകും. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലാഹു തആല അവരോട് ചോദിക്കും, എന്റെ അടിമകളുടെ സ്ഥിതി എന്താണെന്ന്. അപ്പോൾ മലക്കുകൾ അല്ലാഹു തആലയോട് പറയുന്ന വാക്കുകളാണിത്. ഇനി നോക്കൂ, തദ്രീബാത്തിലെ 5ാമത്തെ പ്രവർത്തനം തഹ്സീസ്, അസൈൻമെന്റ് ചെയ്യാനുള്ളതാണ്. പദ്യം കാണാതെ പഠിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഈ പദ്യം ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ പദ്യം നിങ്ങൾ ഈണത്തിൽ പഠിച്ചിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഇനി നോക്കൂ, തദ്രീബാത്തിലെ 6ാമത്തെ പ്രവർത്തനം നൻസഹ്, പകർത്തി എഴുതാനുള്ളതാണ്. പദ്യം നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചല്ലോ, ആ പദ്യം പകർത്തി എഴുതുക. താഴെ കൊടുത്തിരിക്കുന്ന വരിയിൽ നമ്മൾ എടുത്ത് എഴുതണം. നോക്കൂ, റബ്ബിൻ സൃഷ്ടികളാണ് മലക്കുകൾ, അവരെ പടച്ചു പ്രകാശത്താൽ. നബിമാർക്കെല്ലാം വഹിയെത്തിക്കും മലക്കാണല്ലോ ജബ്രായിൽ. ഇടിയും മിന്നും കാറ്റും രിസുക്കും ചുമതലയുള്ളോർ മീക്കായിൽ. അന്ത്യദിനത്തിൽ സൂറിൽ ഊതും മലക്കാണല്ലോ ഇസ്രാഫീൽ. സമയമടുത്താൽ ജീവികൾ അവയുടെ റൂഹ് പിടിക്കും അസ്രായിൽ. ചോദ്യം ചെയ്യാനായി വരുന്നു മുൻകർ നക്കീറും ഖബറുകളിൽ. നന്മ തിന്മ കുറിക്കാനായി റക്കീബ് അത്തീദ് മലക്കുകളിൽ. സ്വർഗം കാക്കാൻ റിളുവാനല്ലോ, നരകം കാക്കും മാലിക്കിനാൽ. ഇത് നിങ്ങൾ വൃത്തിയായിട്ട് ആ കൊടുത്തിരിക്കുന്ന വരിയിൽ നിങ്ങൾ എഴുതുക. ഇതോട് കൂടിയിട്ട് ഈ പാഠത്തിലെ തദ്രീബാത്ത് വർക്കുകളൊക്കെ കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോയും ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള തദ്രീബാത്ത് വർക്കുകളും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.